വീണ്ടും കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വം ഉണ്ടാകട്ടെ. ശുശ്രൂഷകൾ ധാരാളം പേരുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാകുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തും. നിങ്ങൾ എന്തുമാത്രം വചനം കേൾക്കുന്നോ, എന്തുമാത്രം വചനം ധ്യാനിക്കുന്നോ, വിശ്വസിക്കുന്നോ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിവർത്തനമുണ്ടാക്കും. പച്ചവെള്ളം രുചിയും ഗുണവും നിറവുമായി വീഞ്ഞായ പോലെ നിങ്ങളുടെ അനുഭവങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം 2 കൊരിന്ത്യർ 12-ാം അധ്യായമാണ്. നമുക്കെല്ലാം സുരതമായ പരിചിതമായ വേദഭാഗമാണ്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. അപ്പം തനിക്ക് പ്രശംസിക്കാനെല്ലാം ഉണ്ടാണ്. താൻ പറയുന്നുണ്ട്, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, തനിക്ക് പ്രശംസിപ്പാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം താൻ പറയുന്ന ഒരു പ്രശംസ, താൻ ദൈവവും ആ ഒരു എൻകൗണ്ടിങ്ങിലൂടെ ആത്മമണ്ഡലത്തിൽ താൻ എടുക്കപ്പെടുന്ന ഒരു വെളിപ്പാടിനെ കുറിച്ചാണ് താൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ജീവിതങ്ങളിൽ വലിയ വ്യതിയാനമുണ്ടാകാം. നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക്, നാച്ചുറൽ നിന്ന് ഒരു അൺയൂഷ്വൽ ഒരു റലത്തിലേക്ക്, ഒരു മിറക്കിളിൻ്റെ തലത്തിലേക്ക്, ഒരു അത്ഭുതമടയാളങ്ങളുടെ ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. താൻ പറയാൻ പോകുന്നത് തനിക്ക് പ്രശംസിക്കുന്ന പ്രയോജനമില്ല എങ്കിലും താൻ പ്രശംസിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുകയാണ്. കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇത് ചിലർ പറയുന്നത് വേറൊരാളെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞു. അല്ല, അകത്തെ മനുഷ്യനെ കുറിച്ച്. എന്നെ കേൾക്കുന്ന ജീവിതമേ, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അവിടെയാണ് വീണ്ടും ജനനത്തിൻ്റെ പ്രസക്തി. ഈ ഭൂമിയിൽ നാം വേണേ പറയും മാതാപിതാക്കളിൽ നിന്ന്, യെസ്, ഈ ഭൂമിയിലേക്ക് നാം വരുമ്പോഴും പാപമനുഷ്യൻ, സങ്കീർത്തനക്കാരൻ പറഞ്ഞ എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു. അവിടെ വീണ്ടും ദൈവവചനത്താൽ ഉള്ളൊരു ജനനം. അവിടെയാണ് വേദപുസ്തകം പറയുന്ന ബോൺ അഗെയിൻ, വീണ്ടും ഒരു ജനനം. ആ വീണ്ടും ജനനത്താൽ അത് സാധിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ്. അതാണ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ഇതൊന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. ഈ രൂപാന്തരങ്ങളൊന്നും നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയത്തില്ല. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. രക്ഷിക്കപ്പെടുന്നു, വീണ്ടും ജനിക്കുന്നു. നമ്മളോട് ഒരാൾ ചോദിച്ച് ഭക്ഷണം കഴിച്ചോ, എനിക്കിനിയും ഭക്ഷണം വേണ്ട, നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വയറിൻ്റെ മറ്റ് ശാസ്ത്രങ്ങളൊന്നും ആ വ്യക്തിക്ക് അറിയത്തില്ല. ഫീൽ ചെയ്യുകയാണ്. യെസ്, ആ ഫീലിംഗ് മാത്രമല്ല, ഉറപ്പാണ്. ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുകയാണെന്ന് ദൈവത്തിൻ്റെ മക്കൾ. സ്പിരിറ്റ് ബെയർ വിറ്റ്നസ് ആൻഡ് അവർ സ്പിരിറ്റ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. ഞാൻ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 2 തലമുണ്ട്. തനിക്ക് പ്രശംസിപ്പാൻ പുറമേ ഉള്ള ധാരാളമുണ്ട്. പക്ഷെ താന് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ താൻ ഉയർത്തുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതങ്ങളിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. വചനം ജീവനാണ്, ചൈതന്യമുള്ളതാണ്, അതിരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, അത് അവസ്ഥകളെ മാറ്റുന്നതാണ്, സാഹചര്യങ്ങളെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. അതേ ജീവന്റെ വചനം വെളിപ്പെട്ടു വരികയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഇതുമായിട്ട് ഭാവം വരെ ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ്. അസ്ഥി താഴ്വരയിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? തനിക്ക് വേണേ ഒത്തിരി എക്സ്ക്യൂസസ് പറയാൻ, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ താൻ പറയുന്നുണ്ട് എനിക്കറിയാതെ. യഹോവേ, നീ അറിയുന്നു. പൗലോസൂടെ പറയാണ്, ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. കുഞ്ഞെ, ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് ഗ്രഹിക്കാൻ ഒക്കത്തില്ല.
നമ്മുടെ പൊട്ട ബുദ്ധിക്ക്, നമ്മുടെ പരിമിതമായ ജ്ഞാനത്തിനകത്ത് ആ ഒരു കടലിന്റെ അതിര് നമ്മൾ കാണുന്ന അതിര്, അവിടെയാണോ അതിന്റെ അതിര്? അത്രയും മാത്രം പരിമിതിയുള്ളൊരു മനുഷ്യൻ. ആമേൻ. ഇത്രയും പഠിച്ച ഡോക്ടേഴ്സ്, എക്സ്പേർട്ടായിട്ടുള്ളൊരു സ്പെഷ്യലിസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. ഈ മെഡിക്കൽ സയൻസ് ഇത്രയും കാര്യങ്ങൾ വളർന്നിട്ടും പരിമിതികളില്ലേ പല കാര്യങ്ങൾ? അവർ ചില കാര്യങ്ങളിൽ അവർ പറയുന്നില്ലേ? ചില മുറക്ക് അതിലെ ഡോക്ടേഴ്സ് ധാരാളം ഈ വിശ്വാസത്തിലേക്ക് വരുന്നു. പറയുന്നില്ലേ, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ പരിമിതിക്ക് മീതെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ പരിമിതിക്ക് മീതെ കാര്യങ്ങൾ പോകുന്നെങ്കിൽ നാം മനസ്സിലാക്കണം, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കതിനപ്പുറത്തോട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. മനുഷ്യ, നിന്റെ ബുദ്ധി കൊണ്ട് നീ ദൈവത്തെ അളക്കാൻ നീ ശ്രമിക്കരുത്. കടലിൻ്റെ ആഴം നീ അളന്നു നോക്കുന്ന പോലെ ഇരിക്കും. നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. 14 സംവത്സരം മുമ്പേ ശരീരത്തിലൂടെ ഈ ശരീരം കൂടെ അതിനെ അറിയുന്നില്ല, ദൈവം അറിയുന്നു. നമുക്കറിയത്തില്ല കുഞ്ഞെ. യോബ് പറയുന്നുണ്ട്, ഗർഭിണിയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ഉരുവാകുന്നതും അതിന് അസ്ഥി എങ്ങനെ ഉരുവാകുന്നുവെന്ന് നീ അറിയുന്നില്ല. കാറ്റ് എവിടെയെന്ന് നീ അറിയുന്നില്ല. നിന്റെ പരിധിക്കും ബുദ്ധിക്കും അപ്പുറത്ത് ആദ്യാന്ത്യത്തോളം സഭാപ്രസംഗി ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ബുദ്ധിമാനായ ശലോമോൻ പറയുന്നു. ഇതിന് സാരവിതേ ഉള്ളൂ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. നന്ദിയോടെ സ്തുതിക്കുന്നു. ഒത്തിരി തെറ്റിപ്പോയി, താൻ ഒത്തിരി കാര്യങ്ങളിലേക്ക്, ലോകബിംബങ്ങളിലേക്ക് ദൈവജ്ഞാനം നിറച്ചൊരു മനുഷ്യൻ. അവൻ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ മടങ്ങി വരികയാണ്. മടങ്ങി വരണം. അവിടെയാണ് നിലനിൽപ്പ്. അവിടെയാണ് നീ ധനവാനെന്ന് പറയുന്നത്. അവിടെയാണ് മിടുക്കൻ. അവനാണ് നേട്ടം. യേശുവിനെ നേടുന്നവൻ. ഒരു മനുഷ്യൻ വയലിൽ ഒരു നിധി കണ്ടിട്ട് വചനം പറയുന്നു, താനത് ഒളിപ്പിച്ചു വെച്ച് തനിക്കുള്ളതെല്ലാം വിറ്റ് താൻ ആ വയൽ വാങ്ങി. ചിന്തിച്ചു നോക്കിയേ, വിഡ്ഢികളെന്നല്ല പറയൂ. ഒരു മനുഷ്യൻ വയൽ കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി, താനത് വിറ്റിട്ട് വലിയൊരു കെട്ടിടം വീണ്ടും വാങ്ങിയെന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ താനൊരു 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങിയെന്നല്ല. ആ ചതുപ്പൊന്നല്ല. പക്ഷെ അവിടെ നിധിയുണ്ട്. ദൈവരാജ്യമാണ്, യേശുക്രിസ്തുവാണ്. ദൈവരാജ്യമാണ്, യേശുക്രിസ്തുവാണ്. ദൈവരാജ്യമാണ്, യേശുക്രിസ്തു. അവൻ മണ്ടനാണോ? ലോകം പറയാൻ മണ്ടനാ, വിഡ്ഢിയാണ്. വിഡ്ഢിയല്ല. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ പറയും, ദൈവമേ, ഞാൻ അവിടെ പോയിന്റ് നിൽക്കുമോ? ദൈവമേ, നീ അറിയുന്നു, ഇത് ജീവിക്കുമോ? നീ അറിയുന്നു. എൻ്റെ ബുദ്ധിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉണങ്ങിയ ആസ്തികളാണ്, എല്ലാം ചെതറിക്കിടക്കുകയാണ്, താഴ്വരയിൽ പരപ്പിലധികമാണ്. അതൊക്കെ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ, അത് ജീവിക്കണമെങ്കിൽ അതിന് മാംസം വേണം, തൊക്കുപൂതി വേണം, ഞരമ്പ് വെക്കണം, ജീവൻ വേണം. എനിക്കറിയത്തില്ല. ബട്ട് യു നോ ലോർഡ്, യു നോ എവരിതിങ്. പറയാൻ നിനക്ക് കഴിയുമോ? ദൈവമേ, നീ അറിയുന്നല്ല. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും, എനിക്കൊന്നും അറിയത്തില്ല കുഞ്ഞേ, ഞാനൊരു കാര്യം പറയാം. ബ്ലൂ പ്രിന്റ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഹിസ് നെയിം ഈസ് അൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് എൻഡ്. സകലതും തക്ക സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്ന സഭാപ്രസംഗങ്ങൾ എല്ലാം ദൈവാനുഗ്രഹമായി. അവൻ ബിഗിനിങ് ആണ്, എൻഡ് ആണെങ്കിൽ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവൻ ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുവാനുള്ള. ഇരുന്നവൻ പാസ്റ്റ്, ഇരിക്കുന്നവൻ അറ്റ് പ്രസന്റ് ഹി ഈസ് ഓൺ ദ ത്രോൺ, ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹെവൻലി ഫാദർ. ഹി വിൽ ബി കമ്മിങ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുവാനിരിക്കുന്നവൻ, ദ വൺ ഹൂ ഈസ് കമ്മിങ്. ഹല്ലേലൂയ.